ദൈവത്തിന് സ്തോത്രം. 73-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കുകയും അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാം 73. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എന്റെ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലിയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ എന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താവുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരിച്ചുകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ല ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. അടുത്ത 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരിശ്രമം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നമ്മുടെ വിശുദ്ധരെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമായിരിക്കുന്നു. നമ്മുടെ കൈകൾ ഉയർത്താം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമായ കർത്താവ് തന്ന സങ്കീർത്തന ഭാഗത്തില് നമ്മൾ ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പാൻ രാത്രികാലം ദൈവത്തിന്റെ ആത്മ നമ്മോട് സംസാരിക്കേണ്ടതിന് ഏകാഗ്രമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സഭയായി സഭായോഗമായി കൂടി വരുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഇടയാക്കിയ കാരണക്കായി സ്തോത്രം കർത്താവേ. വിവിധ ഭവനങ്ങളില് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് കർത്താവേ അമേൻ അല്ലെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഹൃദയമായിട്ട് ഇടപെടണമേ. ഞങ്ങൾ സങ്കീർത്തന ഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അത് ചുരുക്കമായിട്ട് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കുകയും ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുകയും ചെയ്യണമേ. മീറ്റിംഗിൽ ഇടിയുന്ന ദേവദാസനും മറ്റു ദേവദാസന്മാർക്കും സഹോദരങ്ങൾക്ക് എല്ലാവർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം വചനം ഒരു വിടുതലായിട്ട് മാറുവാൻ ദൈവ പ്രവൃത്തിയായിട്ട് വെളിപ്പെടുവാൻ കർത്താവെ രാത്രി കാലം ഇടിയാക്കണം. കർത്താവെ ദൈവശക്തി വ്യാപരിച്ചാട്ട് ഏകാഗ്രത നിന്നാട്ട് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവസേനയില് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. 73-ാം സങ്കീർത്തനം ദീർഘമായി സംസാരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ചുരുക്കം സമയം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഒരു ആകത്തുകയൊക്കെ പറയുവാൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. എങ്കിലും ദൈവത്തിന് ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു നിഷ്കളങ്കനായ ഒരു ഭക്തൻ തന്റെ സങ്കടങ്ങളെ എല്ലാം അവിടെ അറിയിക്കുന്നതായിട്ടും ദൈവത്തിന് സ്തോത്രം ഒടുവിൽ അവൻ ദൈവത്തിന്റെ കരത്തെ പറ്റി മനസ്സിലാക്കുന്നതായിട്ടും കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 1-ാം വാക്യവും അതിന്റെ ഒടുവിലത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ തുടങ്ങുന്ന വാക്യം ഇങ്ങനെയാണ്. എന്നാൽ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഈ നിശ്ചയബോധ്യമുള്ള സങ്കീർത്തനക്കാരന് ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം 4 ഘട്ടമടമ്പ് ചിന്തിക്കാനുണ്ട് ദൈവത്തിന് സ്തോത്രം. 2 തൊട്ട് അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പിന്നെ സങ്കീർത്തനക്കാരൻ ഒരു കൺഫ്യൂസ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുറ്റമില്ല, ഞാൻ കൈ കഴിയതോ, ഞാൻ ദൈവത്തിനോട് നിന്നതോ ഒന്നും ഒരു പ്രയോജനമില്ലേ എന്ന് തോന്നത്തക്ക വിധം ദൈവത്തെ കൺഫ്യൂസ് സ്റ്റേജിലേക്ക് സങ്കീർത്തനക്കാരൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് 15 തൊട്ട് 17 വരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിന്തകൾക്കൊരു മാറ്റം വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നും വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 18 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങള് ഒരു വലിയ തിരിച്ചറിവിലേക്ക് താൻ നയിക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തുടർന്ന് 24 മുതൽ 28 വാക്യങ്ങളിലേക്ക് ദൈവത്തെങ്കിലേക്കുള്ള തന്റെ മടങ്ങി വരവ്, ഹല്ലേലൂയ, തന്റെ ചിന്താഗതികൾക്കകത്തുള്ള മടങ്ങി വരവ് ഉണ്ടാവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞാൻ ഈ ദൈവത്തിന് വേണ്ടി നിന്നത്, ദൈവത്തിന് വേണ്ടി കൊടുത്തത്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്റെ ജീവിതത്തില് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ആയതുകൊണ്ട് എനിക്ക് വേണ്ടവണ്ണം ഞാൻ ഉദ്ദേശിക്കുന്ന നന്മകളെല്ലാം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലയോ എന്ന് ചിന്തിക്കുകയോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് വേണ്ടവണ്ണം എനിക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലയോ എന്ന് സംശയിക്കുകയോ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങള് ഈ രാത്രികാലം ദൈവിക ദൂതം ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ 1-ാമത്തെ വാക്യമാണ് എന്റെ കീ വേഴ്സ്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുവാൻ ദൈവമായ കർത്താവ് രാത്രികാലം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയ തിരിച്ചറിവ് ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഞാൻ പറയട്ടെ, മഹാവ്യാധികളാൽ ലോകം മുഴുവൻ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങുമ്പോൾ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളില് പലതരത്തിലുള്ള രോഗങ്ങള്, ക്ലേശങ്ങള്, വിഷമങ്ങള്, പ്രയാസങ്ങള്, ദൈവം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. രാത്രികാലം ഈ ശബ്ദം ശ്രമിക്കുന്ന ഭവനങ്ങൾ, വ്യക്തികൾ തീർച്ചയായിട്ടും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കുറിക്കൊള്ളണം. ദൈവത്തോട് അടുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ. ദൈവം നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മള് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം കൊണ്ട് ചേർന്നൊന്ന് വായിച്ചാട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം. ലാമെന്റേഷൻസ് 3:25. തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. അപ്പോൾ നമ്മൾ 3 കാറ്റഗറിയാണ് ഇപ്പോൾ ചിന്തിച്ചത്. ഒന്ന്, നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം. 2-ാമത്, തന്നെ കാത്തിരിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം. 3-ാമത്, തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നല്ലവനാണ്. ദൈവത്തിന്റെ ഗതിഭേദത്താൽ യാതൊരു ആച്ഛാദനവും ഇല്ലാത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിർമ്മല ഹൃദയമുള്ളവർക്ക്, കാത്തിരിക്കുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം. ഈ 3 തലങ്ങളെയും പറയുവാനായിട്ട് എനിക്ക് രാത്രികാലം സമയമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാലും തൊടുകൂറിയായിട്ട് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെ വെളിപ്പെടും? ദൈവത്തിന് സ്തോത്രം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. പുരോഹിതന്മാരോടുകൂടെ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് ഏകസ്വരമായി കേൾക്കുമാറെ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം. നല്ലവനായ ദൈവം, ഹല്ലേലൂയ, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. അതിന്റെ 7:3 വായിച്ചാട് ചേർന്ന്. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. ഇന്ന് രാത്രികാലം നമുക്കൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ യഹോവ നല്ലവനാണെന്ന് മാത്രമല്ല, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിന്റെ ദയ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്നേക്കുമുള്ളതാണെന്നുള്ള ബോധ്യം ഈ രാത്രികാലം ഉണ്ടാവട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തുടർന്ന് ആമേൻ 25-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 25-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ വഴി കാണിക്കുന്ന ദൈവമാണ്. ഒന്ന്, ദൈവത്തിന് അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. 2, അവൻ തന്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാഹൂം പ്രവചനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാൽ.
നാഹൂം 1:7. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. മൂന്നാമത്, യഹോവ നല്ലവനാണ്, തന്നെ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവമാണ്. 3 കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. യഹോവ നല്ലവനാണ്, ആയതുകൊണ്ട് അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. 2, തന്റെ മക്കളെ തന്റെ വഴി പഠിപ്പിക്കുന്ന കർത്താവാണ്. 3-ാമതായിട്ട് തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരന്റെ കൺഫ്യൂഷൻ എന്താണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത്, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഞാൻ എന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളില്, പ്രതിസന്ധികളില്, പ്രയാസങ്ങളില് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്കില്ലയോ എന്നുള്ള കൺഫ്യൂഷൻ സ്റ്റേജില് ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം കൊണ്ട് വായിക്കാം. ആ 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. 2 ദിനവൃത്താന്തം 19-ന്റെ 11-ാം വാക്യം. ഇതാ മഹാപുരോഹിതനായ അമര്യാവ് യഹോവയുടെ എല്ലാ കാര്യത്തിലും യഹൂദ ഗ്രഹത്തിന്റെ പ്രഭുവായ ഇശ്മായേലിന്റെ മകൻ സെബദ്യ രാജാവിന്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു. ലേവരും ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾക്കുണ്ട്. ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളുവീൻ, യഹോവ നല്ലവരോട് കൂടെ ഇരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളുവീൻ, നല്ലവരോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവം നല്ലവനാണ്, ആയതുകൊണ്ട് തന്നെ ദൈവം ഹല്ലേലൂയ അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അവൻ തന്റെ വഴി തന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവമാണ്. മാത്രമല്ല തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ ഉപരിയായിട്ട് രാത്രികാലം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു വചനം ഇതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ആമേൻ. തങ്ങൾ വേഗാഗ്രഹരായിരിക്കുന്ന തന്റെ മക്കളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നല്ലവരോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ്, നിശ്ചയമാണ്, യാതൊരു സംശയമില്ല. ഏത് സിറ്റുവേഷനിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് അന്ധകാര മണ്ഡലങ്ങള് നമ്മുടെ ചുറ്റുപാടും വ്യാപരിക്കുമ്പോഴും ദൈവം നല്ലവനാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാവണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ധാരാളം വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് കമ്പി വാചകങ്ങൾ പോലെ ചില വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാണ് സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദാനിയേലിനെ നമ്മൾ നോക്കുമ്പോൾ ദാനിയേൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കട്ടെ. ദാനിയേൽ 6:22. സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദാനിയേലിനോട് പറയുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കിതാണ്, തിരുമാല അവന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് മാത്രമല്ല, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൈവം നല്ലവരോട് നല്ലവരെ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് സ്തോത്രം ദാനിയേലിന് ഈ വാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അറിയുന്നവരെ ദൈവത്തിന് സ്തോത്രം തന്നെ അവൻ തന്നെ നല്ലവർക്ക് വേണ്ടി അവരെ അറിയുന്ന ഒരു കർത്താവ് രാത്രികാലം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ദാനിയേലിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ 6:4 നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ചോട്ടെ പെട്ടെന്ന്. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കെതിരായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ, അത് ജോലി മണ്ഡലങ്ങളില്, കുടുംബ മണ്ഡലങ്ങളില്, അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ മണ്ഡലങ്ങളില് നമുക്കെതിരായിട്ട് ആലോചനകൾ നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയില് നിർമ്മല ഹൃദയത്തോട് നിൽക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, 10-ാം വാക്യത്തിൽ കാണാനുണ്ട്, രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു. അതിന്റെ 16-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്, സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭക്തന് ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നിരുന്ന പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളില്, ജോലി മണ്ഡലങ്ങളില്, ശാരീരിക മാനസിക മണ്ഡലങ്ങളില് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ദോഷം മറ്റുള്ളവർ നിരൂപിച്ചെന്ന് വന്നാലും നമ്മൾ ദൈവസ്ഥാനയില് നിർമ്മല ഹൃദയ
ഹൃദയത്തോടെ നിൽക്കുമെങ്കിൽ അമൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മള് ഹല്ലേലൂയ അമൻ ദൈവത്തിൽ ഏകാഗ്രമായിട്ട് നമ്മൾ നിൽക്കുമെങ്കിൽ നമുക്ക് നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ദാവീദിന് ദാനിയേലിന് വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു, തന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ഹല്ലേലൂയ ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധൈര്യമായി ദേഹവിരോധമായി എഴുതുമ്പോഴും അമേ ഹല്ലേലൂയ ധൈര്യമായി നിൽക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമ്മുടെ ഗുരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ ദൈവം നല്ലവനായതുകൊണ്ട് തന്നെ അവന്റെ ദൈവമുള്ളതാണ്. ദൈവം നല്ലവനായതുകൊണ്ട് തന്നെ അവൻ തന്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവമാണ്. ദൈവം നല്ലവനായതുകൊണ്ട് തന്നെ തങ്ങൾ ആശ്രയിക്കുന്ന അമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നല്ലവരോ അറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രികാലം പറഞ്ഞാട്ട് സങ്കീർത്തനക്കാരൻ അവിടെ കൺഫ്യൂസ് സ്റ്റേജിലോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് ആയിത്തീരേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രികാലം ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഏത് പ്രതിസന്ധി നമ്മളെ അലയടിക്കുമ്പോഴും, നമുക്കെതിരായിട്ട് രേഖകൾ എഴുതുമ്പോഴും, അല്ല ആ പ്രതിസന്ധിയിലേക്ക് നമ്മളെ വലിച്ച് എറിഞ്ഞാലും അവിടെ നമുക്ക് കേടുപറ്റാതെ പുറത്തു വരുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് രാത്രികാലം പറഞ്ഞാട്ട് ആ പ്രതിസന്ധിയിലേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞാലും ഹല്ലേലൂയ അവിടെ നമുക്കൊരു കേടുപറ്റാതെ നമ്മളെ സഹായിപ്പാൻ, നമ്മളെ സംരക്ഷിപ്പാൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ലവരെ അറിയുന്ന ഒരു കർത്താവ്, നല്ലവനായ ഒരു ദൈവം. ഇസ്രായേൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ്. ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ തന്നെ കാത്തിരിക്കുന്നവർക്ക് എന്റെ ദൈവം നല്ലവനാണ്. അന്വേഷിക്കുന്നവർക്ക് എന്റെ ദൈവം നല്ലവനാണ്. പറഞ്ഞാട്ട് എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് ഇന്ന് രാത്രികാലം പറഞ്ഞാട്ട് ഭവനാന്തരീക്ഷങ്ങളിൽ ഇരിക്കുന്നവർ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം നല്ലവനാണ്, എന്റെ ദൈവം നല്ലവനാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് പറഞ്ഞാട്ട് എന്റെ ദൈവം നല്ലവനാണ്. അമ്മനല്ലേ നിനക്കെതിരായിട്ട് ചിന്തകൾ വന്നോട്ടെ, നിനക്കെതിരായിട്ട് രേഖകൾ വന്നോട്ടെ, നിന്നെ ആ പ്രതിസന്ധിയിലേക്ക് വലിച്ച് എറിഞ്ഞോട്ടെ, സാരമില്ല. അവിടെ നിന്നെ സൂക്ഷിക്കുവാൻ, ആമെ സംരക്ഷിപ്പാൻ ആമൻ എന്റെ കർത്താവ് ശക്തനാണ്. കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയില്ല എന്ന് പറഞ്ഞാട്ട് ഈ രാത്രികാലം പറഞ്ഞാട്ട് ദൈവമക്കളെന്ന് പറഞ്ഞാട്ട് ഭവനത്തെ അന്തരീക്ഷമെന്ന് പറഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെന്ന് പറഞ്ഞാട്ട് അവന്റെ ഹല്ലേലൂയ ഈ പ്രതിസന്ധി ഘട്ടങ്ങള് നമുക്കൊരു ദോഷവും തട്ടാതെ വണ്ണം, നമുക്കൊരു പ്രയാസവും തട്ടാതെ വണ്ണം നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അവൻ ചുരുങ്ങിയ നിമിഷം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു വലിയ ദൈവകൃപ നമ്മുടെ മേൽ പകരട്ടെ. വിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവമക്കൾ മുന്നോട്ട് പോവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനയോർത്ത് ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോട് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Brother Santosh will deliver the English message. Praise the Lord. Greetings to all of you in the mighty name of Lord and Savior Jesus Christ. Praise and thank God for this opportunity He has given me to share from His word. And for a few minutes meditation, let us turn to 2 Timothy chapter 2 and verse 19. Here the word of God says, nevertheless, the foundation of God standeth sure, having this seal, the Lord knoweth them that are His, and let every man that nameth the name of Christ depart from iniquity. Here this word starts with something called nevertheless. More often we don't see verses starting with that word. Here God is talking about something which is sure, some foundation. He's talking about a seal, which is God knoweth us. God knoweth them that are His. Who are we? We are children of God. We are bought by God. We are redeemed by the precious blood of Jesus Christ. We are separated and made holy for God. We are sealed by His Holy Spirit. We are different people. The word of God says that God knows us. Here we see a word coming nevertheless. If you see the meaning of that, it says in spite of, notwithstanding. But that means here the word is trying to see us that even though there are some things
which are not right, even though there are something happening around. But nevertheless, God wants to say, if we go to verse 16 of the same Timothy chapter 2, verse 16, where it is written, but shun profane and vain babbling, for they will increase unto more ungodliness. The word profane, you see, the profane means not relating to something which is sacred, which is not respectable. And the word babbling, which means like continuous talking without any goal, means uttering words and living a life which is not meaningful, a foolish living. The next word says, and their words will eat us doth a canker. If you see the word canker meaning in the dictionary, it says that very destructive fungal disease. That we can see around in that time when these verses were written, and during this time also we can see so many false doctrines. There are many false teachings going on, and as the verse further says, there are many foolish and unlearned questions which are coming. And what these are doing, we can see in verse 18, who concerning the truth have earth, saying that the resurrection is past already and overthrow the faith of many. So what is happening because of some wrong things happening is people are going away from faith. Wrong teachings are coming. So the word of God says, nevertheless, even though all these situations are there is one thing, the foundation of the Lord is sure. And what does this foundation say? This foundation says that God knows them that are his. And we have to see that it is not, when God knows us, it is not like saying anybody else knows us. The Psalms 139, if you read Psalms 139, we are very familiar with that Psalms, where the psalmist is very clearly, when he is coming close to God, he is able to have some vision. So he is saying that God knows my down sitting. He's saying that God knows when I sit down. He's saying that God knows my thoughts. God knows my rising up. God knows my lying down. And he's saying that God knows all my ways. Even not a word comes to my mouth, but God knows it. So, and he's also saying that I cannot separate away from God anywhere. And wherever I am, God knows me. So this psalmist further says that such a knowledge of God knowing me so thoroughly is very wondrous to me. I cannot attain it. We as believers are people who live a separated life. We strive to live a holy life. We spend time in meditation from the Word of God, to have fellowship from the Word of God. We are people who wait for God's time. We are people who hope in God, who work for God. Then we should know one thing, that God knows us. In the book of Revelation, chapter 2 and chapter 3, when the Spirit of God writing to churches, they are saying that God knows you. God knows your works. God knows you where labor. God knows your patience. God knows where you are dwelling. And God knows your charity. That means the word of God shows us that he knows us. His knowing is not like anybody knowing. We as believers, maybe we are going through very difficult times in our life. Maybe different people are facing different situations. Many unanswered questions are there. So many questions, new questions arise in our life. There are so many questions we ask about ourselves, which we don't have any answers. The situations around, if you see, it may be shaking our faith. Unexpected situations have come to our life also. We don't see, there may be many plans in our life, and we want to make them end, but we are not able to do anything. But we should know that God knows us, and God has not forgotten us, and he has not left us. In the book of Job, chapter 23 and verse 10, the servant of God, Job, says like this, but he knoweth the way that I take. The Job, who is called the righteous man, he says that God knoweth me. He knoweth the way that I take. And when he hath tried me, I shall come forth as God. In our life also, when God has taken through all this situation, we will come forth as God. If you believe that God loves you, that God knows you, if you believe, then we should know that we should have the faith that he will take care of all of our needs. We should have a faith, if God knows us, that he will meet all our needs. We should know that he has a perfect plan for our life.
His timing is perfect because he knows us. He is in control of our life. God may be many times silent in your life. You may not hear anything from God. You may not see any direction He's giving, but He is working. He's not still. Psalms 23, when the psalmist refers himself as a sheep and God is a shepherd, he knows that God knows him, and he says that He will furnish a table for me. The psalmist says that He will carry me through difficult times. We should know that God knows us, so He will never leave us, nor He will forsake us. If we go through the second part of the verse, 2 Timothy chapter 2 and verse 19, the second part says, let everyone that nameth the name of Christ depart from iniquity. The word iniquity, if you see, which means wickedness, which means gross unfair behavior, gross immorality, unrighteousness. The Bible uses the word, those who take the name of God will depart from iniquity. In different places, we see the word of God using the word depart or flee away. And what God wants us from is that we turn away from iniquity. Everyone that taketh the name of the Lord should, or who is called by His name, should depart from iniquity. If we go to Revelation chapter 2 and chapter 3, and the Spirit is writing the churches that they know the work. In the same chapter, we can see that the word of God is also exhorting the believers to turn from the iniquity, and also saying the second part of our life that we have gone astray. God is asking us to come back. The word of God is exhorting us to repent and come back. The Psalms 139. Also, when we come towards the end of the Psalms, the verses 24 and 25, we can see one thing. The psalmist was depicted very clearly how God knows us every aspect of our life. When he has thoroughly understood this, then he is saying one thing in the last two verses of Psalms 139. He is again asking God. He is inviting God. He is saying, Lord, come to my life and see me and know my heart and see if there is any wicked way in me. So he is asking the God, see if there is any iniquity is there in my life. Help me to come out of that and help me to live in the path which goes to the everlasting life. So if we come to the key words in Timothy, God is saying, nevertheless, so many things are happening around. Many things may be not right. We don't know what will happen tomorrow. But one thing which is a foundation, which is sure, that God knows them that are His. God very clearly knows you and me. He has a perfect plan for us, and He will never leave and forsake us. And He will lead and guide us through the end. And God wants that we who are called by His name should depart from iniquity, and no wrong thing should be seen in our life. May God bless you with this verse. Praise the Lord. Let us close our eyes and pray for the young ones. Loving Heavenly Father, we praise and thank you for this wonderful time, Lord Father. Hallelujah. Praise the Lord, Father. Thank you for giving us this opportunity to worship together online, Lord Father. Lord Father, especially a summit, Lord Father, the small one into the hands, Lord Father. Hallelujah. Lord Father, hallelujah. Place thy Lord, small children, the school-going children, the college-going children into the hands, Lord Father. These days, now bless them, Lord Father. Hallelujah. Hallelujah. Lord, cover them under the blood of Jesus. Hallelujah. Protect them, Lord Father, from all dangers, all sickness, Lord Father. Hallelujah. Lord Father, hallelujah. Help them to grow deep-rooted in thee, Lord Father. Help them to understand that God looks at them at every moment, Lord Father, hallelujah. Bless them, Lord Father, hallelujah, hallelujah, hallelujah. Lord Father, bless the rest of the service in the hands, Lord Father. Thy name be glorified in everything. In the name of Lord and Savior Jesus Christ, I pray. Amen. Thank you, Brother Santosh, for your wonderful message. May God bless you. Now,